നമസ്കാരം. ആഫ്രിക്കയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന IS-ന്റെ പ്രമുഖ നേതാവ് അബു ബിലാൽ അൽ മിനൂക്കിയെ അമേരിക്കൻ സൈന്യവും നൈജീരിയൻ സേനയും ചേർന്ന് വധിച്ചുവെന്ന വാർത്ത പുറത്തുവരികയാണ്. ഈ വാർത്ത പുറത്തുവന്നതോടെ ലോക ഭീകരവിരുദ്ധ രാഷ്ട്രീയത്തിൽ വീണ്ടും അമേരിക്കയുടെ ശക്തി പ്രകടനമാണ് ചർച്ചയാകുന്നത്. എന്നാൽ ഈ നടപടി വെറുമൊരു ഭീകരനെ ഇല്ലാതാക്കാനുള്ള സൈനിക ഓപ്പറേഷൻ മാത്രമായിരുന്നോ, അതോ അതിനു പിന്നിൽ അമേരിക്കയുടെ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ തലപ്പത്തെ രണ്ടാമൻ അബു ബിലാൽ അൽ മിനൂക്കിയെ വധിച്ചു എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് വ്യക്തമാക്കിയത്. നൈജീരിയയിൽ വെച്ച് US നൈജീരിയൻ സേനകളുടെ സംയുക്ത ഓപ്പറേഷനിലാണ് മിനൂക്കി കൊല്ലപ്പെട്ടതെന്നാണ് വിവരം. മിനൂക്കി ഇനി ആഫ്രിക്ക ഭീകരവൽക്കരിക്കില്ല എന്നും ട്രംപ് ട്രൂ സോഷ്യലിൽ പറഞ്ഞു. ഇന്ന് രാത്രി എന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ സൈന്യവും നൈജീരിയൻ സേനയും ചേർന്ന് വളരെ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത സങ്കീർണമായ ദൗത്യത്തിലൂടെ ലോകത്തിലെ ഏറ്റവും സജീവമായ ഭീകരനെ ഈ ലോകത്ത് നിന്ന് ഒഴിവാക്കി. ICCന്റെ ആഗോളതലത്തിലെ രണ്ടാമനായ അബു ബിലാൽ അൽ മിനൂക്കി കരുതിയത് അയാൾ ആഫ്രിക്കയിൽ എന്നും ഒളിവിൽ കഴിയുമെന്നാണ്. എന്നാൽ അയാൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങളെ അറിയിക്കുന്ന വിവരദാതാക്കൾ അവിടെയുണ്ട് എന്ന് അയാൾ അറിഞ്ഞിരുന്നില്ല. ഇനിമേൽ അയാൾ ആഫ്രിക്കയെ ഭീകരവൽക്കരിക്കുകയോ അമേരിക്കക്കാർക്കെതിരെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയോ ചെയ്യില്ല. അയാളെ ഇല്ലാതാക്കിയതിലൂടെ ICCന്റെ ആഗോളതലത്തിലെ ഭീകര പ്രവർത്തനത്തിൽ വലിയ ആഘാതം ഉണ്ടാക്കാനായി. ഈ സൈനിക നടപടിയിൽ പങ്കാളിയായതിന് നൈജീരിയൻ സർക്കാരിന് നന്ദി. അമേരിക്കയെ ദൈവം രക്ഷിക്കട്ടെ എന്നാണ് ട്രംപ് കുറിച്ചത്. അമേരിക്ക ഇപ്പോൾ നിരവധി അന്താരാഷ്ട്ര പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യങ്ങൾ, ഇറാൻ സംഘർഷം, റഷ്യ യുക്രൈൻ യുദ്ധം, ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എല്ലാം ചേർന്ന് അമേരിക്കൻ ഭരണകൂടം ശക്തമായ വിമർശനങ്ങൾ നേരിടുന്ന ഘട്ടമാണിത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭീകരവിരുദ്ധ ശക്തിയാണെന്ന സന്ദേശം നൽകാനുള്ള രാഷ്ട്രീയ ആവശ്യകത ട്രംപിന് വളരെ കൂടുതലാണ്. ഇവിടെ മറ്റൊരു പ്രധാന രാഷ്ട്രീയ വശവുമുണ്ട്: അമേരിക്കയുടെ ആഫ്രിക്കൻ ഇടപെടൽ. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈനയും റഷ്യയും ആഫ്രിക്കയിൽ സ്വാധീനം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക വീണ്ടും ആഫ്രിക്കൻ സുരക്ഷാ രാഷ്ട്രീയത്തിൽ തന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ശ്രമിക്കുക കൂടിയാണ്. നൈജീരിയൻ സേനയുമായി ചേർന്ന് നടത്തിയ ഈ ഓപ്പറേഷൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പല വിദഗ്ധരും വിലയിരുത്തുന്നത്. അതായത് ഇത് ഭീകരവിരുദ്ധ പോരാട്ടം മാത്രമല്ല, ആഫ്രിക്കയിൽ അമേരിക്കയുടെ സ്വാധീനം തിരിച്ചുപിടിക്കാനുള്ള വലിയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. അതേസമയം ഈ നീക്കത്തിന്റെ പിന്നിൽ ആഭ്യന്തര രാഷ്ട്രീയ കണക്കുകൂട്ടലുകളും ഉണ്ട് എന്ന വിലയിരുത്തലുകളും ശക്തമാവുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ദേശീയ സുരക്ഷയും ഭീകരവിരുദ്ധ നടപടികളും എപ്പോഴും വലിയ തിരഞ്ഞെടുപ്പ് ആയുധമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒസാമ ബിൻ ലാദനെ വധിച്ചതിന് ശേഷം ബരാക് ഒബാമയ്ക്ക് ലഭിച്ച രാഷ്ട്രീയ നേട്ടം പോലെ ഇപ്പോൾ ISIS നേതാവിനെ ഇല്ലാതാക്കിയ നടപടി ട്രംപിനും ശക്തമായ രാഷ്ട്രീയ ഇമേജ് സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നാണ് ചിലരുടെ കണ്ടെത്തൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ISISയുടെ കേന്ദ്ര ശക്തി മിഡിൽ ഈസ്റ്റിൽ കുറഞ്ഞുവെങ്കിലും അതിന്റെ ശൃംഖല ഇപ്പോൾ ആഫ്രിക്കയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് എന്നതാണ്. നൈജീരിയ, സൊമാലിയ, സാഹൽ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിൽ ISIS അനുബന്ധ ഗ്രൂപ്പുകൾ ശക്തമാകുന്നതായി റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അബു ബിലാൽ അൽ മിനൂക്കിയുടെ വധം വെറുമൊരു വ്യക്തിയുടെ മരണമായി മാത്രം വിലയിരുത്താൻ കഴിയില്ല. ആഫ്രിക്കയിലെ ഭീകര ശൃംഖലകളെ തകർക്കാനുള്ള അമേരിക്കയുടെ വലിയ നീക്കത്തിന്റെ തുടക്കമായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിലെ പുതിയ അപകട സാധ്യതകളും ഉണ്ട് എന്നതാണ് വാസ്തവം. ഇത്തരം നേതാക്കളെ വധിച്ചാലും ഭീകര സംഘടനകൾ പൂർണ്ണമായി അവസാനിക്കുന്നില്ല എന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലെ യാഥാർത്ഥ്യം. പലപ്പോഴും പുതിയ നേതാക്കൾ ഉയർന്നു വരികയും പ്രതികാര ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ നടപടി ആഫ്രിക്കയിൽ പുതിയ അക്രമ തരംഗങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. അതേസമയം നൈജീരിയൻ സർക്കാരിനും ഈ ഓപ്പറേഷൻ വലിയ രാഷ്ട്രീയ പിന്തുണ നൽകുന്നുണ്ട്. രാജ്യത്തിനകത്തെ സുരക്ഷാ പരാജയങ്ങൾ കാരണം വിമർശനം നേരിട്ടിരുന്ന ഭരണകൂടം ഇപ്പോൾ അന്താരാഷ്ട്ര സഹകരണത്തോടെ ഭീകരവിരുദ്ധ വിജയം എന്ന നേട്ടം മുന്നോട്ട് വയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അബു ബിലാൽ അൽ മിനൂക്കിയുടെ വധം ലോകരാഷ്ട്രീയത്തിന്റെ പുതിയ ശക്തി പോരാട്ടങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നത് വ്യക്തമാക്കുന്ന വലിയ സൂചന കൂടിയാണ്. ഭീകരവിരുദ്ധ യുദ്ധം എന്ന പേരിൽ അമേരിക്ക വീണ്ടും ആഫ്രിക്കയിൽ ശക്തമായി ഇടപെടാൻ തുടങ്ങുമ്പോൾ അതിലെ രാഷ്ട്രീയവും സൈനികവുമായ പ്രത്യാഘാതങ്ങൾ അടുത്ത വർഷങ്ങളിൽ കൂടുതൽ വ്യക്തമായേക്കും. കാരണം ഇന്നത്തെ ലോകത്ത് ഓരോ സൈനിക ഓപ്പറേഷനും പിന്നിൽ സുരക്ഷ മാത്രമല്ല, രാഷ്ട്രീയ ശക്തി പ്രകടനവും ആഗോള ആധിപത്യ പോരാട്ടവും കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്.